ഹായ്, നമ്മളിപ്പോൾ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്സിന്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ഇനിഷ്യൽ കണ്ടീഷൻസ്, അതായത് സ്റ്റഡി സ്റ്റേറ്റ് അക്യൂർ ചെയ്യുമ്പോഴുള്ള ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്സിന്റെ കുറച്ച് സോൾവ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ഹിയർ വി ഹാവ് our question. In the network shown the figure, the switch is closed at t equals 0. Here we have a switch and it is closed at t equal to 0. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഓക്കെ, the steady state being reached before t equal to 0. അതായത് t equal to 0 മൈനസ്, ഓക്കെ, അതായത് t equal to 0ക്ക് മുന്നേ ഉള്ള സമയത്ത് തന്നെ സ്റ്റഡി സ്റ്റേറ്റ് വരികയാണ്. അങ്ങനെയെങ്കിൽ ഡിറ്റർമിൻ ദ കറന്റ് ത്രൂ ദി 3 ഹെൻറി. ഈ 3 ഹെൻറി പോകുന്ന കറണ്ട്, അത് I2 of t എന്താണെന്ന് കാണണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ സ്പെസിഫൈഡ് പറയുന്നുണ്ട് t ഈക്വൽ ടു 0 മൈനസ്, t ഈക്വൽ ടു 0ക്ക് മുന്നേ ഉള്ള സമയത്താണ് ഇവിടെ സ്വിച്ച്, ആ സമയത്ത് സ്വിച്ച് ഓപ്പൺ ആയിരിക്കും. t ഈക്വൽ ടു 0 സമയത്ത് സ്വിച്ച് ക്ലോസ് ആയിരിക്കും. t ഈക്വൽ 0 സമയത്ത് സ്വിച്ച് ക്ലോസ് ആയിരിക്കും. അപ്പൊ t ഈക്വൽ ടു 0ക്ക് മുന്നേ എന്തായിരിക്കും? ഇവൻ ഓപ്പൺ ആയിരിക്കും, അല്ലെ? ഓപ്പൺ ആയിരിക്കും. ആ സമയത്താണ് ഇത് സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ എങ്കിൽ ആ സ്റ്റഡി സ്റ്റേറ്റിന്റെ സർക്യൂട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം, എങ്ങനെ വരും എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ വെൻ ടൈം t ഈക്വൽ ടു t0 മൈനസ് ഓർ t ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് നമുക്കറിയാം സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കുന്നു. ക്വസ്റ്റ്യൻ പ്രത്യേകം പറയുന്നുണ്ട്, അല്ലെ? സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. ആ സമയത്ത് സർക്യൂട്ട് എങ്ങനെ വരും? സോ വി ഹാവ് അവർ 1 വോൾട്ട്, 1 വോൾട്ട് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്കും ഇൻഡക്ടേഴ്സ് ഒക്കെ എന്തായിരിക്കും? ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. ഇൻഡക്ടേഴ്സ് ഒക്കെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. കപ്പാസിറ്റർ എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഈ കാര്യങ്ങൾ മനസ്സിൽ വേണം. സോ ഇവിടെ നമുക്ക് കപ്പാസിറ്റർ ഷോർട്ട് ആവും. പിന്നെ എന്തായും ഇവിടെ നമുക്ക് 2 ഓം റെസിസ്റ്റർ കൂടെ ഉണ്ടാവും, അതായില്ലേ? സോ ആ സമയത്ത് കറണ്ട് ഉണ്ട്. നമുക്ക് I1 of t പോട്ടെ. ഈ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇത്രയും പോർഷൻസ് ഉണ്ടാവത്തില്ല, അല്ലെ? ശരി, ഇങ്ങനെ വരും. സോ ഈ സമയത്ത് സ്റ്റഡി സ്റ്റേറ്റ് പ്രത്യേകം പറയുന്നുണ്ട് t ഈക്വൽ t0 മൈനസ്. ഇനിഷ്യൽ സമയത്ത് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും ഇൻഡക്ടർ. എങ്കിൽ ഈ സമയത്ത് പോകുന്ന കറണ്ട് എന്തായിരിക്കും? IL0 മൈനസ്. ഓക്കെ, ഇനിഷ്യൽ സമയത്ത് പോകുന്ന കറണ്ട് ആയതുകൊണ്ട് IL0 മൈനസ് എന്ന് കിട്ടും, അല്ലെ? ഇവിടെ 2 ഓം ആണെന്ന് അറിയാം, 1 വോൾട്ട്. സോ ഇവിടെ നമുക്ക് കാണുന്ന തന്നെ അറിയാൻ പറ്റും ദ ഇനിഷ്യൽ കറണ്ട് ദാറ്റ് ഫ്ലോ ത്രൂ ദ ഇൻഡക്ടർ 2 ഹെൻറി ഈസ് given by എന്താണ്? 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ ആയിരിക്കും. ശരിയായോ? സോ 0.5 ആംപിയർ ആയിരിക്കും കറണ്ട് ദാറ്റ് ഫ്ലോ ത്രൂ ദ സർക്യൂട്ട്. എപ്പോഴാ? വെൻ ടൈം t ഈക്വൽ ടു 0 മൈനസ്. 0ക്ക് തൊട്ട് മുന്നേ ഉള്ള സമയം വരെ സ്റ്റഡി സ്റ്റേറ്റ് ആയി എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ ഒരു വലിയ സർക്യൂട്ടിന് ഇക്വൽ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇൻഡക്ടർ കൂടെ ഉണ്ട്. ഇൻഡക്ടർ ഇവിടെ ഷോർട്ട് ആയിട്ട് ആക്റ്റീവ് ഡ്യൂറിങ് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്. സോ ആ സമയത്തുള്ള സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എന്ന് പറയുന്നത്, ഇനിഷ്യൽ കറണ്ട് എന്ന് പറയുന്നത് 0.5 ആംപിയർ ആയിരിക്കും എന്ന് നമുക്കറിയാം. ഓക്കെ, ശരി. അപ്പോൾ ഇനി വെൻ t ഈക്വൽ ടു t0 പ്ലസ്, സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം എന്തായിരിക്കും? അല്ലെങ്കിൽ t ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും നമ്മൾ സർക്യൂട്ട്? ഈ പോർഷൻ ഉണ്ടാവും, അല്ലെ? നമ്മൾ സാധാരണ ഈ പോർഷൻ ഇവിടെ ഉണ്ടാവും. പിന്നെ അപ്പോ സ്റ്റഡി സ്റ്റേറ്റും കൂടി കൺസിഡർ ചെയ്യും, ഇല്ലേ? ഇനിഷ്യൽ സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ടെന്ന് അർത്ഥം ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ടാവും എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഇൻഡക്ടർ ഇവിടെ ഉണ്ടാവും. ദെൻ ഈ 2 ഓം റെസിസ്റ്റർ ഇവിടെ ഉണ്ടാവും. സ്വിച്ച് ക്ലോസ് ആയിരിക്കും. ഈ 2 ഓം റെസിസ്റ്റർ ഇവിടെ ഉണ്ടാവും. പിന്നെ ഈ 3 ഹെൻറി ഇവിടെ ഉണ്ടാവും. ഓക്കെ, ശരി. ഇവിടുത്തെ വാല്യൂ എന്താണ്? ഇവിടുത്തെ വാല്യൂ എന്ത് വരും? 1 വോൾട്ട്. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 2 ഹെൻറി. ക്വസ്റ്റ്യനിലുള്ള അതേ സംഭവം തന്നെ. ഇവിടെ 2 ഓം വരും, ഇവിടെ 2 ഓം വരും, ഇവിടെ 3 ഹെൻറി വരും. ഇവിടെ പോകുന്ന കറണ്ട് എന്താണ്? I1 of t. ഇവിടെ പോകുന്ന കറണ്ട് എന്താണ്? I2 of t.
എന്താ കാണേണ്ടത്? ഈ 3 ഹെൻറി കൂടെ പോകുന്ന കറണ്ട്, 3 ഹെൻറിയുടെ പോകുന്ന കറണ്ടാണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി തൽക്കാലത്തേക്ക് നമുക്കവനെ ട്രാൻസ്ഫോർമർ സർക്യൂട്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, സോ ഇതിന്റെ ട്രാൻസ്ഫോർമർ സർക്യൂട്ട് എങ്ങനെ വരും? നമുക്ക് ട്രാൻസ്ഫോർമർ സർക്യൂട്ട് കണ്ടാലേ നമുക്ക് I1 I2 എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ട്രാൻസ്ഫോർമർ സർക്യൂട്ട് എന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എടുക്കാം. അങ്ങനെ ട്രാൻസ്ഫോർമർ സർക്യൂട്ട് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി ഈ 1 വോൾട്ട് അതായത് ഈ ഇവിടെ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആണെന്ന് നമുക്കറിയാം. ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്താവും? 1 ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ട്രാൻസ്ഫോർമർ സർക്യൂട്ട് എടുക്കുമ്പോൾ വോൾട്ടേജ് വരത്തില്ലായിരിക്കും. വോൾട്ടേജ് ഇല്ലാത്ത ആ സ്വിച്ചിന് റൈറ്റ് സൈഡിലുള്ള പോർഷൻസ് ആയിരുന്നു നമ്മൾ സാധാരണ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ട്രാൻസ്ഫോർമർ സർക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ട്രാൻസ്ഫോർമർ ചെയ്യുമ്പോഴത്തേക്കും സ്വിച്ച് ക്ലോസ് ആയിരിക്കും, പക്ഷെ നമ്മുടെ ഈ സോഴ്സും കൂടെ ചേർന്നാണ് കടന്നു വരിക. അപ്പൊ ഇവിടുത്തെ സോഴ്സിന്റെ വാല്യൂ എന്താണ്? 1. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നമ്മുടെ സോഴ്സ് ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, സോഴ്സ് വരെ വരും. ഓക്കെ, ഇനി ഈ ഇൻഡക്ടർ നേരത്തെ സ്റ്റഡി സ്റ്റേറ്റ് സമയത്ത് ഈ 2 ഹെൻറി കൂടി കറണ്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു അല്ലെ. സോ അതിനെ നമുക്ക് ട്രാൻസ്ഫോർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇൻഡക്ടറിന്റെ കൂടെ ഒരു ബാറ്ററി സോഴ്സ് നെഗറ്റീവ് വോൾട്ടേജ് കൊണ്ട് കയറി വരും. ഓക്കെ, ഇവിടെ റെസിസ്റ്റർ ഇവിടെ കയറി വരും. ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. ഇവിടുത്തെ നമുക്ക് 3 ഹെൻറി എടുക്കുമ്പോൾ നമുക്ക് ഇനിഷ്യൽ വോൾട്ടേജ് വേണ്ട. കാരണം എന്തുവാ? നമ്മൾ സാധാരണ ഒരു ഇൻഡക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇൻഡക്ടർ പ്ലസ് ഒരു ഇനിഷ്യൽ വോൾട്ടേജിന് കയറി വരും. ഓക്കെ, പക്ഷേ ഈ 3 ഹെൻറി കൂടി സ്റ്റഡി സ്റ്റേറ്റ് സമയത്ത് കറണ്ട് പോകുന്നില്ല. സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ഈ 2 ഹെൻറിയുടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 2 ഹെൻറി, അപ്പം 2S കൂടെ ഇവിടെ വോൾട്ടേജ് കയറി വരും. ഓക്കെ, ഇവിടെ ഈ വോൾട്ടേജിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടുത്തെ L ഇൻറ്റു I0 ആയിരിക്കും. ഇവിടെ Lന്റെ വാല്യൂ എന്തുവാ? 2 അല്ലേ. 2 ഇൻറ്റു I0 നമുക്ക് ഇവിടെ നിന്ന് കിട്ടി 0.5 എന്ന് കിട്ടി. 0.5 ദാറ്റ് ഈസ് ഇക്വൽ ടു 1 വോൾട്ട്. ഓക്കെ, ഈ 1 വോൾട്ട് ആയിരിക്കും നമുക്കിവിടെ വരിക. ഓക്കെ, ഈ ഇൻഡക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ 2S എന്നുള്ള ഇംപീഡൻസോട് കൂടി 0.1 സോറി ഇവിടെ 1 വോൾട്ട് എന്ന് പറയുന്ന ഇന്ത്യൻ വോൾട്ടേജ് കൂടി കയറി വരും. ഇവിടെ 2 ഇവിടെ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3S മാത്രമേ വരുള്ളൂ. 3S മാത്രം. ക്ലിയർ ആയി? കാരണം എന്താ, ഇവിടെ നമുക്ക് ഇന്ത്യൻ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നില്ല. ക്ലിയർ ആയോ? ഇന്ത്യൻ വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ വരുന്നില്ല. ശരി, ഇനി നമുക്കറിയുന്നത് ഇവിടുത്തെ വോൾട്ടേജിന്റെ വില എന്തായിരിക്കും എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, ഈ വോൾട്ടേജിന്റെ വാല്യൂ എന്താണ്? 1 അല്ലെ. 1ന്റെ ലാപ്ലേസ് എന്താണ്? 1/s അല്ലെ. സോ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/s ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് 1/s ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ കറണ്ട് എന്തായിരിക്കും? I1 ഓഫ് ടി ആയിരുന്നു. I1 ഓഫ് ടിയുടെ ലാപ്ലേസ് എന്ന് പറയുന്നത് I1 ഓഫ് എസ്. ഇപ്പുറത്ത് I2 ഓഫ് ടി ആയിരുന്നു. അതിന്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് I2 ഓഫ് എസ്. നമുക്ക് എന്താ കാണേണ്ടത്? ഈ 3 ഹെൻറിയുടെ പോകുന്ന കറണ്ടാ കാണേണ്ടത് അല്ലെ. അതായത് I2 ഓഫ് എസ് ആണ് നമുക്ക് കാണേണ്ടത്. ഈ 1/s എഴുതി മനസ്സിലായോ? സംശയമൊന്നും വെക്കരുത്. ഇവിടെ 1 വോൾട്ട് ആയിരുന്നു അല്ലെ. ഈ 1 വോൾട്ട് മീൻസ് വാല്യൂ 1. 1ന്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1/s ആണ്. നിങ്ങൾ മറന്നു പോകരുത്. 1ന്റെ ലാപ്ലേസ് 1/s ആണ്. സോ അതാണ് ഇവിടെ 1/s നമുക്ക് എഴുതുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്കിവിടെ KVL അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ അപ്ലൈ KVL. KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, സോ ദിസ് ഈസ് അവർ ലൂപ്പ് 1, ദിസ് ഈസ് അവർ ലൂപ്പ് 2. ഈ ലൂപ്പ് 1ലും ലൂപ്പ് 2ലും നിങ്ങൾ KVL അപ്ലൈ നോക്കും. നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ കിട്ടുക KVL? ഞാൻ അതിന്റെ ഫൈനൽ ഇക്വേഷൻ എഴുതിയത് നിങ്ങൾക്കറിയാം. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ എന്റെ ഫൈനൽ ഇക്വേഷൻ അങ്ങ് എഴുതുകയാണ്. 2s + 2 ഇൻറ്റു I1 ഓഫ് എസ് മൈനസ് 2 ഇൻറ്റു I2 ഓഫ് എസ് ഈക്വൽ ടു പിന്നെ ഇവിടെ വോൾട്ടേജ് സോഴ്സ് അല്ലെ. വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ 1/s ഉം ഇത് നമുക്ക് ഇൻഡക്ടറിനെ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടിയ വോൾട്ടേജ്. ഇത് രണ്ടും സീരീസ് അല്ലേ. സോ എങ്ങനെ എഴുതുന്നു? 1 + 1/s എന്ന് എഴുതുന്നു. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി ലൂപ്പ് 2 ആണെങ്കിലോ? ലൂപ്പ് 2 നമുക്ക് എന്ത് എങ്ങനെ കിട്ടും? -2 ഇൻറ്റു I1 ഓഫ് എസ് പ്ലസ് 2 + 2 4 + 3s. സോ 4 + 3s ഇൻറ്റു I2 ഓഫ് എസ് എന്ന് കിട്ടും. അവിടെ വോൾട്ടേജ് സോഴ്സ് ഈക്വൽ ടു 0.
ഈക്വൽ ടു 0 കിട്ടും അല്ലെ. ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ നമുക്ക് ഇക്വേഷൻ 1 ഉം 2 നമുക്ക് കിട്ടും. ഇവിടെ നിന്നാണ് എനിക്ക് എന്താ കാണേണ്ടത്, I2 കാണേണ്ടത്. ഓക്കെ, വീഡിയോ. അപ്പൊ ഇവിടെ നമുക്ക് ഒത്തിരി മെത്തേഡ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇവിടെ നമുക്കിനെ കേമേഴ്സ് ടൂൾസ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അത് നമ്മളെ മെട്രിക്സിന്റെ സഹായത്തോടെ നമുക്കിവിടെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഏതെങ്കിലും മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ നമുക്ക് ക്രൈമേഴ്സ് ടൂൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് ഇക്വേഷൻ 1 നും 2 നും നമുക്ക് ഒരു മെട്രിക്സിന്റെ രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഇല്ലയോ? സോ അങ്ങനെ എഴുതാൻ പറ്റും. ഇതിനെ 2s + 2 - 2, ഇവിടെ -2 വരും, ഇവിടെ 4 + 3s അല്ലെ. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇൻറ്റു നമുക്ക് കറണ്ട് I1 of s, ഇവിടെ I2 of s ഈക്വൽ ടു വോൾട്ടേജ് സോഴ്സ്. ലൂപ്പ് 1ന്റെ വോൾട്ടേജ് സോഴ്സ് 1 + 1/s അല്ലെ. LCM എടുക്കുമ്പോഴത്തേക്കും s + 1/s എന്ന് കിട്ടും. ഇവിടെ 0. ഓക്കെ, ക്ലിയർ. സോ എനിക്ക് ഇവിടുന്ന് I2 ആണ് എനിക്ക് വേണ്ടത്. I2 of s ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ സെക്കൻഡ് റോ മസ്റ്റ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് വോൾട്ടേജിന്റെ ഇക്വേഷൻ അല്ലെ, വോൾട്ടേജിന്റെ. സോ I2 കിട്ടണമെങ്കിൽ we have to find what determinant of 2s + 2, ഇവിടെ -2. ഈ ഫസ്റ്റ് കോളത്തിനും വ്യത്യാസമൊന്നുമില്ല. സെക്കൻഡ് കോളം ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ദ വോൾട്ടേജ്. അപ്പൊ എന്ത് പറ്റും? ഇവിടെ s + 1/s and 0 ഡിറ്റർമിനന്റ് ബൈ നമ്മുടെ ഇംപീഡൻസ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇംപീഡൻസ് മെട്രിക്സ് ഏതാ? നമ്മുടെ ഇത്. ഓക്കെ, സോ 2s + 2 -2 -2 4 + 3s. നമുക്കറിയാം, നമ്മൾ ഒത്തിരി നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാ. ഇവിടെ നമുക്ക് I2 of s നമുക്ക് കിട്ടും അല്ലേ. സോ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ -2s + 2 × 0 അല്ലെ. അപ്പൊ 0 + 2 × s + 1/s. ഇപ്പൊ ന്യൂമറേറ്റർ പോർഷൻ ആയി അല്ലെ. സോ ബൈ ഇനി ഡിനോമിനേറ്റർ നോക്കാം. ഇവിടെ ആണെങ്കിലോ 2s + 2 × 4 + 3s - 4 എന്ന് വരും അല്ലെ. സോ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 2 × s + 1, 2 × s തന്നെയല്ലേ ഇവിടെ, 2 × s + ഓക്കെ 2 × s + 1 ബൈ s ഇൻറ്റു ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2s + 2 യും 4 + 3s. ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. 3s² + 7s + 2 എന്ന് കിട്ടും. ഒന്നുമില്ല, നമ്മൾ ഈ ഒരു നമ്മുടെ 2s + 2 ഉം 4s + 3 ഇത് നമുക്ക് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് -4 ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് 3s² + 7s + 2 അല്ലേ. ഓക്കെ, സോ നമുക്ക് അവനെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ I2 of s എന്ന് പറയുന്നത് 2 × s + 1/s ഉണ്ട്. മറ്റേ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3s² + 7s + 2 നിങ്ങൾക്ക് കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് s - 0.3 ആണ്. 0.3 × s - 2 എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്യുമ്പോൾ കിട്ടും. 3s² + 7s + 2 നിങ്ങളുടെ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് നമുക്ക് I2 of s. നമുക്ക് എന്താ വേണ്ടേ? ഇത് I2 of s ന്റെ ഇൻവേഴ്സ്, അതായത് ഈ 300 കൂടെ പോകുന്ന കറണ്ടാ വേണ്ടത്. I2 of t. I2 of s ഉണ്ടെങ്കിൽ നമുക്ക് I2 of t ഇൻവേഴ്സ് ലാപ്ലേസ് കാണാൻ പറ്റും അല്ലെ. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ 2 × s + 1 ഈ 2 ക്യാൻസൽ ആയി പോകും കേട്ടോ. ഈ 2 ഒക്കെ അകത്തുള്ള ക്യാൻസൽ ആയി പോകും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, ശരി. ഇവിടെ 2 ക്യാൻസൽ ആയി പോകും. കാരണം ഈ 2s + 2 ഉം 4s + 3 ഒക്കെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ 2 കോമൺ വരും. ആ 2 ന്യൂമറേറ്റർ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ, ശരി. അപ്പൊ ഈ 2 കൂടി ഇല്ല. സോ s + 1/s ×
എസ് മൈനസ് 0.3 ഇൻറ്റു എസ് മൈനസ് 2 ആണ് നമ്മുടെ ആൻസർ അല്ലേ. നമുക്ക് ഇതിന് വേണമെങ്കിൽ എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് മൈനസ് 0.3 പ്ലസ് സി ബൈ എസ് മൈനസ് 2 നമുക്ക് എഴുതാമല്ലോ. ഇവിടുന്ന് എയും ബിയും സിയും കാണാം. നമ്മൾ എത്രയോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലേ. സോ ഇവിടുന്ന് എസ് ഇൻറ്റു എസ് മൈനസ് 0.3 ഇൻറ്റു എസ് മൈനസ് 2 കൊണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. സോ നമുക്ക് ഇവിടുന്ന് എസ് പ്ലസ് 1 ഈക്വൽ ടു എ ഇൻറ്റു എസ് മൈനസ് 0.3 ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് ബി എസ് ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് സി എസ് ഇൻറ്റു എസ് മൈനസ് 0.3 നമുക്ക് കിട്ടും. ഓക്കെ ശരി. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് പുട്ട് എസ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കാം. പുട്ട് എസ് 0 കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ 1 ഈക്വൽ ടു ഇത് ഈ ടൈം ക്യാൻസൽ ആയി പോവും, ഈ ടൈം ക്യാൻസൽ ആയി പോവും. എസ് ഈസ് ഈക്വൽ 0 കൊടുക്കുമ്പോഴത്തേക്കും എ ഈക്വൽ ടു മൈനസ് 0.3 ഇൻറ്റു മൈനസ് 2 എന്ന് കിട്ടും. സോ അവിടെ നിന്ന് നമുക്ക് എയുടെ വാല്യൂ എനിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സമയം കളയണ്ടല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇതിന്റെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കുക. എയുടെ വാല്യൂ എനിക്ക് 0.5 എന്ന് കിട്ടി. പിന്നെ അന്നേരം ബിയുടെ വാല്യൂ എനിക്ക് മൈനസ് 2/5 എന്ന് കിട്ടി. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് 1/10 എന്ന് കിട്ടി. ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യാം. നമുക്ക് സാധാരണ പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തു പോയതുകൊണ്ട് നമുക്ക് സമയം കളയാനില്ല. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മുടെ ഫണ്ടമെന്റൽ ഈ ഇക്വേഷനിൽ നിന്നാണ് എനിക്ക് എസ് ഡിഫറൻസ് വാല്യൂ കൊടുക്കുമ്പോൾ എനിക്ക് എയുടെയും ബിയുടെയും സിയുടെ വാല്യൂ കിട്ടും. എ ഈക്വൽ ടു 0.5 എന്നും സി ഈസ് ഈക്വൽ ടു മൈനസ് 2.5 എന്നും സി ഈക്വൽ ടു മൈനസ് 1/10 എന്നും കിട്ടി. ഓക്കെ ശരി. അപ്പൊ നമുക്ക് ഇനി ഇത് വെച്ചിട്ടുള്ള അടുത്തലോട്ട് പോവാം. ഓക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ സോ അതായത് പ്ലസ് ഓക്കെ ഇതായിരുന്നു നമ്മുടെ I2/S അല്ലെ. ഇതായിരുന്നു നമ്മുടെ I2/S. ഇതായിരുന്നു. S+1 S+2. ഓക്കെ സോ ഇവിടെ 1/10 നോക്കണ്ട. നമുക്ക് ഇവിടെയാണ് ഇതിനെയാണ് നമ്മൾ ഈക്വൽ ടു A/S പ്ലസ് B/S പ്ലസ് 1/3 എന്നും പ്ലസ് സോറി ക്വസ്റ്റ്യൻ ഇതല്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഇതല്ല. വെരി സോറി. ഇത് വേറെ അടുത്ത ക്വസ്റ്റ്യന്റെ ഭാഗമാണ് കേട്ടോ ഇത്. വെരി സോറി. മറ്റുള്ള തന്നെ നമുക്ക് ചെയ്യാം. ഞാൻ അതാ സ്റ്റക്ക് ആയിപ്പോ. ഇത് ഏതാണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ശരി ഓക്കെ ഞാൻ കുറെ അങ്ങ് ക്ലിയർ ആയി പോയി കേട്ടോ. അപ്പൊ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് എഴുതി നോക്കുക. അപ്പൊ നമുക്ക് I2/S എന്ന് പറയുന്നതായിരുന്നു നമുക്ക് A/S പ്ലസ് B/S മൈനസ് 0.2 പ്ലസ് C/S മൈനസ് 2 നമ്മൾ എഴുതി. മര്യാദയ്ക്ക് നമ്മൾ ചെയ്ത് പോയാൽ മതി. നമ്മൾ സമയം ലാഭിക്കാൻ നോക്കിയതാ. സോ എയുടെ വാല്യൂ എനിക്ക് 0.5/S എന്ന് കിട്ടി. പ്ലസ് ബിയുടെ വാല്യൂ എനിക്ക് മൈനസ് 2/5 എന്ന് കിട്ടി ബൈ S മൈനസ് 0.2 പ്ലസ് സിയുടെ വാല്യൂ എനിക്ക് മൈനസ് 1/10 എന്ന് കിട്ടി ബൈ S മൈനസ് 2. ഇനി എന്താ വേണ്ടേ? I2/T. I2/T എന്ന് പറയുന്നത് L ഇൻവേഴ്സ് ഓഫ് I2/S. That is equal to എന്ത് കിട്ടും? 0.5 കോൺസ്റ്റന്റ് ആണ്. 1/S ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 തന്നെ ആയിരിക്കും. മൈനസ്
2/5 into s minus 1 by s minus 0.2 എന്ന് പറയുന്നത് e raised to 0.2t minus 1 by 10 into e raised to 2t എന്ന് കിട്ടും. ഇതാണ് എൻ്റെ I2 of t. Okay, so the current that flow through 3 Henry എന്ന് പറയുന്നത് I2 of t ആയിരുന്നു. Okay, clear ആയല്ലോ? Okay. Okay. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഇൻ ദ നെറ്റ്വർക്ക് ഷോൺ ദ ഫിഗർ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് t is equal to 0 with the network previously unenergized. അപ്പോൾ ആൾറെഡി പറയുന്നുണ്ട് അൺഎനർജൈസ് ആണെന്ന് പ്രത്യേകം പറയുന്നത്. ഇനിഷ്യൽ കണ്ടീഷൻസ് ഒന്നുമില്ല, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഒന്നുമില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി നമുക്ക്. ഓക്കെ, സോ അങ്ങനെ ഡിറ്റർമിൻ ദ കറൻസ് I of t's എല്ലാ എത്ര കറണ്ട് ഉണ്ട് നമുക്കിവിടെ? 2 കറണ്ട് ഉണ്ട് അല്ലേ? I1 tയും I2 t എന്താണെന്ന് കാണണം. അൺഎനർജൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് ഒന്നുമില്ല, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസ് ഒന്നുമില്ല എന്ന് അർത്ഥം. ഓക്കെ, സോ നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് നേരിട്ട് തന്നെ ഇതിന്റെ ട്രാൻസ്ഫോം സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. സോ ദി ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് എങ്ങനെ വരും? നമുക്ക് എളുപ്പമാണ്, കാരണം എന്താണ്? ഇത് അൺഎനർജൈസ് ആണ്, അത് വിത്തൗട്ട് എനി ഇനിഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ശരി, നമുക്ക് ഓരോന്നിന്റെ ആയിട്ട് എടുത്തങ്ങ് മാറ്റാം. ഇപ്പോൾ ഈ 100 വോൾട്ടിന്റെ സോഴ്സ് നമുക്ക് വാല്യൂ പിന്നെ കൊടുക്കാം. ആ t = 0 സമയത്ത് സ്വിച്ച് ക്ലോസ് ആവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പറയുന്നുണ്ട്. സോ ഹിയർ വി ഹാവ് അവർ റെസിസ്റ്റർ, പിന്നെ നമുക്ക് ഇൻഡക്ടർ ഉണ്ട്. ഓക്കെ, സോ അൺഎനർജൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ആ ഇൻഡക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഉള്ള ആ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നില്ല. ഇവിടെ നമുക്ക് റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ നമ്മുടെ ഇൻഡക്ടർ ഉണ്ട്, ഇവിടെ നമ്മുടെ 10 ohm ഇവിടെ. ഓക്കെ, ശരി, ഇതിങ്ങനെ വന്നു. വാല്യൂസ് കൊടുക്കാം. 10 ohm വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതാണെങ്കിൽ എസ്, ഇതാണെന്നുണ്ടെങ്കിൽ എസ് തന്നെ വരും. ഇതാണെങ്കിൽ 10 ohm, ഇതാണെന്നുണ്ടെങ്കിൽ 10 ohm. ഓക്കെ, ഈ വഴി പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒന്ന് I1 of s, ഈ വഴി പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 of s. ഓക്കെ, ഇനി നിങ്ങൾ ഞാൻ ചോദിക്കുകയാണ് 100 വോൾട്ട് ആണെങ്കിൽ അവന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ, അങ്ങനെ അവിടെ തന്നെ വരും. പിന്നെ എന്തുണ്ട്? 1 വോൾട്ട് അല്ലേ, അത് മീൻസ് 100/s, കോൺസ്റ്റന്റ് ബൈ s. നേരത്തെ ക്വസ്റ്റ്യൻ 1 ആണെങ്കിൽ അവന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 1/s ആയി. ഇവിടെ 100 ആണെങ്കിൽ അവന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 100/s അങ്ങനെ വരും. ഓക്കെ, ഇവിടെ നിന്നാണ് എനിക്ക് എന്ത് വേണ്ടത്? ഇവിടെ നിന്നാണ് എനിക്ക് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ I1 ഉം I2 ഉം വേണ്ടത് അല്ലെ? സോ അപ്ലൈ KVL അപ്ലൈ ചെയ്ത് നമുക്ക് 2 ലൂപ്പ് ഉണ്ടല്ലേ. സോ ഫസ്റ്റ് ലൂപ്പ് എന്ന് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഫസ്റ്റ് ലൂപ്പിലെ KVL ഇക്വേഷൻ ചെയ്യുമ്പോഴത്തേക്കും 10 20 അല്ലേ. അപ്പം 20 + s into I1 of s minus 10 into I2 of s equal to 100/s എന്ന് കിട്ടും. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത മെഷ് 2 നോക്കുമ്പോൾ എന്തുകൊണ്ട്? മെഷ് 2 ഇവിടെ 10, സോ minus 10 I1 of s plus 10 20, so 20 plus s into I2 of s equal to 0. Take it as equation number 2. ഈ 1 and 2 നിന്നാണ് നമുക്ക് എന്ത് കാണേണ്ടത്? നമുക്കിവിടെ I1 ഉം I2 ഉം കാണേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നേരത്തെ പോലെ വേണമെങ്കിൽ നമുക്ക് ക്രൈമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യും. മെട്രിക്സ് രൂപത്തിൽ നമുക്ക് എഴുതാം. എങ്ങനെ അല്ലേ? സോ ഈക്വൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 20 plus s minus 10, ഇവിടെ minus 10, 20 plus s into I1 of s into I2 of s equal to നമ്മുടെ വോൾട്ടേജ്, ഫസ്റ്റ് ഇക്വേഷൻ വോൾട്ടേജ് ഉള്ളൂ and the value is 100/s, ഇവിടെ 0. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് I1 ഉം I2 നമുക്ക് കാണാൻ പറ്റും. I1 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വോൾട്ടേജിന്റെ കോളം വന്നിട്ട് ഫസ്റ്റ് കോളത്തിൽ കൊടുക്കുക. ദെൻ I2 ആണെങ്കിൽ വോൾട്ടേജിന്റെ കോളം വന്നിട്ട് സെക്കൻഡ് കോളത്തിൽ കൊടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റും, നേരത്തെ പോലെ നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 and 2 നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് കഴിവതും നമ്മൾ നേരിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ
എഴുതാം. ഫ്രം ഇക്വേഷൻ നമ്പർ 2-ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? I1 of S വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 20 പ്ലസ് I1 പ്ലസ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് -20. സോ 20 പ്ലസ് S ഇൻറ്റു I2 of S by 10 എന്ന് കിട്ടും അല്ലേ? കിട്ടത്തില്ലേ? ഫ്രം ഇക്വേഷൻ നമ്പർ 2 ഇതിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? കറക്റ്റ് ആണോ നോക്കിക്കോണേ. ഓക്കെ, കറക്റ്റ് ആണ്. ശരി. Then substitute I1 of S in equation number 1 കൊടുത്തൂടെ? So 20 plus 2 ആളുടെ ഇവിടെ ഉണ്ട്, 20 plus 2 ഇവിടെ ഉണ്ട്. I1 of S ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇത് 20 plus S into I2 of S by 10 minus 10 I2 of S equal to 100 by S അല്ലേ? ഇവിടെ LCM ഒക്കെ എടുത്ത് I2-നെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ I2 of S-നെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടാം? 20 plus 2 the whole square minus 100 equal to 100 equal to 100 by S എന്ന് കിട്ടും. ഇവിടെ by 10 ഉണ്ട്, by 10. ഓക്കെ, സോ ഈ 10 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഈ 20 plus 2 പ്ലസ് 2 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും I2 is equal to 400 plus 40S, 20 plus S ആണ് കേട്ടോ. സോ 20 plus S, 20 plus S, 20 plus S, 20 plus S, 20 plus S. Okay, ശരി. പ്ലസ് S square minus 100 is equal to 1000 by S എന്ന് കിട്ടും. ഇവിടുന്ന് I2 of S എന്ന് പറയുന്നത് 1000 by S into S square plus 40S minus 300 എന്ന് വരും. That is equal to 1000 by S into നിങ്ങൾ കാൽക്കുലേറ്റ് എടുക്കുക. S square plus 40S minus 300 നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും S minus 10 എന്നും S minus 30 എന്നും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഇങ്ങനെ കിട്ടും. ശരി, ഓക്കെ. ഇത് എനിക്ക് I2 of S അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് I2 of T I1 of T ആണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ ഇവിടെ നിന്ന് ഞാൻ തൽക്കാലത്തേക്ക് ക്ലിയർ ഓൾട്ടർ എടുത്തു. ശരി, ഇവിടെ ഞാൻ എഴുതുകയാണ്. സോ എൻ്റെ I2 of S എന്ന് പറയുന്നത് 1000 by S into S plus 10 into S plus 30 എന്ന് വരും അല്ലേ? സോ ഇതിന്റെ പാർഷ്യൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, പാർഷ്യൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരും? ഇവിടെ തൽക്കാലം ഇവിടെ നിന്ന് എടുക്കുകയാണെ. 1000 by S into S plus 10 into S plus 30 can be written as A by S plus B by S plus 10 plus C by S plus 30 എന്ന് എഴുതാം. ഇവിടുന്ന് 1000 equal to A into S plus 10 into S plus 30 plus BS into S plus 30 plus CS into S plus 10 എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും കെ വാല്യൂ എനിക്ക് വേണ്ടത്. ഓക്കെ, നേരത്തെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ എൻ്റെ സമയം കുറയാൻ പോയി. ഞാനിപ്പോൾ റിസ്ക് എടുക്കുന്നില്ല.
സോ ഇവിടുന്ന് put s is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ടൈം ക്യാൻസൽ ആവും, ഈ ടൈം ക്യാൻസൽ ആവും അല്ലെ. സോ 1000 ഈക്വൽ ടു a ഇൻറ്റു 300 എന്ന് കിട്ടും. സോ ഇവിടുന്ന് a is equal to 10/3 എന്ന് കിട്ടും. ഓക്കെ. സോ ദെൻ s is equal to -10 എന്ന് കൊടുത്താലോ ഈ ടൈം ക്യാൻസൽ ആയി പോവും, ഈ ടൈം ക്യാൻസൽ ആയി പോവും അല്ലെ. ഇവിടെ മാത്രം ഉണ്ടാവും. സോ 1000 is equal to b ഇൻറ്റു -10 ഇൻറ്റു 20 എന്ന് കിട്ടും. ഓക്കെ. സോ b is equal to 1000 by -200 that is equal to -5 എന്ന് കിട്ടും. s is equal to -30 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1000 equal to ഈ ടൈം ക്യാൻസൽ ആയി പോവും, ഈ ടൈം ക്യാൻസൽ ആയി പോവും. c ഇൻറ്റു -30 ഇൻറ്റു -20 എന്ന് കിട്ടും. c is equal to 1000 by 600 എന്ന് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഇക്വൽ ടു -5/2 എന്ന് കിട്ടും. കിട്ടും. ഇതേപോലെ ഞാൻ ചെയ്യാൻ മടിച്ചിട്ടാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതുന്നത്, ഞാൻ പെട്ടുപോയി. ഓക്കെ. നമ്മൾ വെറുതെ നമ്മൾ സമയം കളയണ്ട. ദാറ്റ് ഈസ് ഇക്വൽ ടു 1000 by s into s plus 10 into s plus 13 എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 10/3/s അല്ലെ പ്ലസ് -5/s plus 10 plus -5/2 into s plus 30 എന്ന് എഴുതാം അല്ലെ. ഇതാണ് എൻ്റെ I2 of s. എനിക്ക് I2 of t എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? I2 of t that is equal to L inverse of I2 of s അല്ലെ. That is equal to 10/3 constant അല്ലെ, 1/1 -5 into e raised to -10t -5/2 into e raised to -30t എന്ന് കിട്ടും into u of t. Clear ആയോ? സോ I2 of t കിട്ടി. ക്ലിയർ ആയ? I2 of t എന്ന് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം രണ്ട് കറണ്ട് കണ്ടേ, ഞാൻ I2 of t കണ്ടു, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? I1 of t എന്താണെന്ന് നിങ്ങൾ കാണണം. I1 of t എളുപ്പമാണ്, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വരാം. either you can use the Cramer's rule or simply substitute I1 in terms of I2 അല്ലെങ്കിൽ I2 in terms of I1. അങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ശരി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇത്രയും നേരമായിട്ട് ഇനിഷ്യൽ കണ്ടീഷൻ വെച്ച് നോക്കിയതിൽ നമുക്ക് റെസിസ്റ്ററും ഇൻഡക്ടറും മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് നമുക്ക് കപ്പാസിറ്റർ നോക്കിയിടാം? അത് കപ്പാസിറ്ററും നമ്മുടെ ഭാഗമല്ലേ. സോ ഇത് കപ്പാസിറ്റർ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ നെറ്റ്വർക്ക് ഓഫ് ഫിഗർ ദ സ്വിച്ച് ഈസ് മൂവ്ഡ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലോട്ട് പോകും at t equal to 0. അപ്പോൾ t equal to 0 എന്ന് പറയുന്ന സമയത്ത് എയിൽ നിന്ന് ബിയിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ 0ക്ക് മുന്നേ എവിടെ ആയിരിക്കും? 0ക്ക് മുന്നേ സ്വിച്ച് at a ആയിരിക്കും അല്ലെ. at t is equal to 0 ആവുന്ന സമയത്ത് എയിൽ നിന്ന് ബിയിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ t equal to 0 മൈനസ് ടിക്ക് മുന്നേ, t equal to 0 ആവുന്നതിന് മുന്നേ എവിടെ ആയിരിക്കും? എയിലായിരിക്കും അല്ലെ. ശരി. ഡിറ്റർമിൻ ദ കറണ്ട് I of t ആൻഡ് BC of t. കറണ്ട് കാണുക, ഇവിടുത്തെ കറണ്ട് ആണ് I of t, BC of t എന്നാണ് നമ്മൾ കാണുക. ശരിയായല്ലോ. അപ്പോ നമുക്ക് എഴുതാം when t equal to t0 മൈനസ് എവിടെയായിരിക്കും സ്വിച്ച്? സ്വിച്ച് അറ്റ് എയിലായിരിക്കും അല്ലെ. നമുക്കാണെന്ന് അറിയാലോ, കാരണം എ ടു ബി t equal to 0 ആവുന്ന സമയത്ത് എയിൽ നിന്ന് ബിയിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ 0 ആവുന്നതിന് മുന്നേ എവിടെ ആയിരിക്കും? എയിലായിരിക്കും. ഓക്കെ. സോ ആ സമയത്തുള്ള നമ്മുടെ സർക്യൂട്ട് എങ്ങനെ വരും? ആ സമയത്തുള്ള നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ 10 ohm ഉണ്ട്, 10 വോൾട്ട് ഉണ്ട്, ഇവിടെ നമ്മൾ 1 ohm ഉണ്ട്, ഇവിടെ സ്വിച്ച് എ ഉണ്ട്, എയിൽ നിന്ന് കപ്പാസിറ്ററിലോട്ട് ഈ 6 ഫാരഡ് കപ്പാസിറ്ററിലോട്ട് അല്ലെ. ഇതിന്റെ വാല്യൂ എത്രയാ? 1 ohm 10 വോൾട്ട്. ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് വരിക. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് വരിക. ഓക്കെ. ഇനി ഒരു പ്രശ്നമുണ്ട്.
അപ്പോൾ ടി ഈക്വൽ ടു T0 മൈനസ്, അതായത് സ്വിച്ച് എയിലായിരിക്കുന്ന സമയത്ത് അതായത് നമ്മുടെ ആ സമയത്ത് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ വരുന്നുണ്ട് അല്ലേ. ടി ഈക്വൽ എ ടു ബിയില് ടി ഈക്വൽ 0 ആവുന്ന സമയത്ത് എ ടു ബിയിലോട്ട് പോകും. അപ്പോൾ സ്വിച്ച് ക്ലോസ് ആകുന്നതിന് മുന്നേ ടി ഈക്വൽ 0 മൈനസ് എന്ന എയിലായിരിക്കും അല്ലെ. അപ്പോൾ ആ സമയത്തായിരിക്കും അവിടെ സ്റ്റഡി സ്റ്റേറ്റ് വരിക. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലെ ഇൻഡക്ടർ എന്തായിരിക്കും? ഇൻഡക്ടർ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കിവിടെ കപ്പാസിറ്റർ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് കപ്പാസിറ്റർ ഉണ്ടാവത്തില്ല. ഇവിടെ നമുക്ക് കപ്പാസിറ്റർ കൂടെ ഉണ്ടാവത്തില്ല. ഓക്കെ, സോ ആ സമയത്ത് ഞാൻ കുറച്ച് മാറ്റി, പടം വേറെ ഒന്നുമില്ല, പടത്തിലെ കളർ ഒന്ന് മാറ്റി. സോ 10 വോൾട്ട് ഇവിടെ തന്നെ വരും, ഈ 1 ഓം ഇവിടെ വരും, സ്വിച്ച് എയിലോട്ടായിരിക്കും, ഈ 6 ഫാരഡിലോട്ടായി വരും. സോ കപ്പാസിറ്റർ എന്തായിരിക്കും? കപ്പാസിറ്റർ ആ സമയത്ത് അവിടെ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, സോ കപ്പാസിറ്റർ എന്ത് വരും? ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. നേരത്തെ ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ട് ആയെങ്കിൽ ഇവിടെ കപ്പാസിറ്റർ വന്നിട്ട് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. സോ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 6 ഫാരഡ് കപ്പാസിറ്റർ ആണ്. 6 ഫാരഡ് കപ്പാസിറ്റർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ, അത് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, 0 മൈനസ് എന്തോ സ്റ്റഡി സ്റ്റേറ്റ് വരും. ഓക്കെ, ഇവിടെ അതാണ് നമ്മുടെ വാല്യൂ കിട്ടുക, V6 ഫാരഡ് അറ്റ് 0 മൈനസ്. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഈ സർക്യൂട്ട് ഓപ്പൺ അല്ലേ. സർക്യൂട്ട് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ കറണ്ട് പോവോ? കറണ്ട് പോകത്തില്ല. സോ എന്ത് പറ്റും? ഈ 10 വോൾട്ട് ഈ 1 ഓമിലൂടെ ഡ്രോപ്പ് ഉണ്ടാവാനായിട്ട് കറണ്ട് ഇല്ല അല്ലേ. സോ നമുക്ക് V6 ഫാരഡ് ഓഫ് 0 മൈനസ് എന്ന് പറയുന്നത് ആ 10 വോൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ കാരണം എന്തുകൊണ്ടാ? ഇവിടെ സർക്യൂട്ട് ഓപ്പൺ ആണ്, സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ കറണ്ട് പോകത്തില്ല. സോ 10 വോൾട്ട് സോ 10 വോൾട്ട് സോഴ്സിൽ നിന്ന് ഈ 1 ഓമില് ഡ്രോപ്പ് ഉണ്ടാവുന്നില്ല, അതേപോലെ ഇവിടെ കിട്ടുന്നു. ഓക്കെ, ഇതാണ് എന്റെ ക്ലിയർ ആയോ? ഓക്കെ, ശരി. ഇനി നമുക്ക് when t equal to T0 ആവുന്ന സമയത്ത് or t greater than 0 ആ സമയത്ത് സ്വിച്ച് എവിടെയായിരിക്കും? സ്വിച്ച് ഈസ് അറ്റ് പൊസിഷൻ ബി അല്ലെ. ആ സമയത്തുള്ള സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇവിടെ നമുക്ക് 6 ഫാരഡ് ഉള്ള കപ്പാസിറ്റർ നമുക്ക് ഇനിഷ്യലി സ്റ്റഡി സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു, ഇത് ഇവിടെ ഇപ്പോഴും ഇവിടെ കയറി വരും അല്ലെ. പിന്നെ ഇവിടെ ബി വഴി ഇവിടെ നമുക്കൊരു റെസിസ്റ്റർ ഉണ്ട്. ദെൻ ഇവിടെ സ്റ്റഡി സ്റ്റേറ്റിന്റെ ഭാഗമല്ലാത്ത 3 ഫാരഡ് അല്ലെ, 3 ഫാരഡ് ഉണ്ട്. ഇവിടെ നമുക്ക് 1 ഫാരഡ് ഉണ്ട്. ഓക്കെ, ഈ വഴി കറണ്ട് പോകുന്നുണ്ട്, എന്തോ I(t) എന്ന കറണ്ട് പോകുന്നുണ്ട്. ക്ലിയർ ആയോ? സോ ഇനി നമുക്ക് ഇവിടെ ട്രാൻസ്ഫോം ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിന്റെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇതിന്റെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് നമുക്ക് ഈ സർക്യൂട്ടൊക്കെ നിങ്ങൾ തനിയെ വരയ്ക്കണേ, ഞാൻ വരയ്ക്കുന്ന നോക്കി ഇരിക്കരുത്, നിങ്ങൾക്ക് പാരലൽ ചെയ്ത് പോവുക. ഓക്കെ, ഇവിടെ 6 ഫാരഡ് ആണ്, 3 ഫാരഡ് ആണ്, 1 ഓം ആണ്. ഓക്കെ, ഈ 6 ഫാരഡിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ സാധാരണ കപ്പാസിറ്റർ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമുക്ക് കപ്പാസിറ്ററിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ കപ്പാസിറ്റർ പ്ലസ് എ വോൾട്ടേജ് ഇങ്ങനെ വരും. ഈ കപ്പാസിറ്റർ സപ്പോസ് ചെയ്യാൻ വാല്യൂ എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ 1/CS എന്ന് വരും. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ഇനിഷ്യൽ വോൾട്ടേജ് ബൈ എസ് ആയിരിക്കും. ഇവിടുത്തെ ഇനിഷ്യൽ വോൾട്ടേജ് എത്ര? 10 വോൾട്ട്. ഓക്കെ, ശരി. ഈ 6 ഫാരഡിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, നമുക്കൊരു കപ്പാസിറ്റർ വരും വിത്ത് എ പോസിറ്റീവ് വോൾട്ടേജ് സോഴ്സ്. ക്ലിയർ ആയോ? ഈ റെസിസ്റ്റർ 1 ഓം തന്നെ വരും. ഇവിടെയോ കപ്പാസിറ്റർ തന്നെ, കാരണം എന്താ? ഈ കപ്പാസിറ്റർ ഇനിഷ്യൽ വോൾട്ടേജ് ഒന്നുമില്ല. വീട്ടിലെ സ്വിച്ച് എയിലാവുന്ന സമയത്ത് ഈ 6 ഫാരഡ് മാത്രമേ ആക്റ്റീവ് ഉള്ളൂ, ഈ 3 ഫാരഡ് ആക്റ്റീവ് ആവുന്നില്ല. സോ ഇതിന്റെ ഇനിഷ്യൽ വോൾട്ടേജ് ഒന്നുമില്ല. സോ ഇത് തന്നെ വരും. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/3s. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 തന്നെയായിരിക്കും. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/6s. ക്ലിയർ ആയി? ഇവിടുത്തെ വോൾട്ടേജ് എന്ത് കിട്ടും?
V0 by S. V0 എത്ര കിട്ടി നമുക്കിവിടെ 10 by S എന്ന് വരും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 by S എന്ന് വരും. കറണ്ടിന്റെ വാല്യൂ എന്ത് വരും? I1 of S ആയിട്ട് I of S ആയിട്ട് മാറും. ഇവിടെ നിന്ന് എനിക്ക് I of S ന്റെ വാല്യൂ മാറും അല്ലേ? സോ അപ്ലൈ KVL. എന്ന് സംഭവിക്കും? KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? എവിടെയൊക്കെ ഡ്രോപ്പ് ഉണ്ട്? ഈ 1C ഇവിടെ അല്ലേ? സോ 1/6x into I of S plus 1 നോമിനൽ 1 I of S plus 1/3s ആണെങ്കിലോ 3 ആണ് ഞാൻ എഴുതിയപ്പോൾ ആയിപ്പോയത് 3s 1/3s into I of S equal to 10 by S എന്ന് കിട്ടും. 10 by S 10 by S എന്ന് കിട്ടും. ഇവിടുന്ന് I of S ന്റെ വാല്യൂ കാണും ഇല്ലയോ? സോ I of S കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 1/6 plus 1 plus 1/3s എന്ന് വരും ഈക്വൽ ടു 10 by S. ഇവിടെ 1/6x. ഓക്കെ, സോ ഇവിടെ നമുക്ക് LCM ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും 6x ആണ് LCM. 1 plus 6x plus 2 equal to 10 by S. Okay, that is equal to നമുക്ക് എഴുതാം I of S equal to 10s into 6x by 6x plus 3 എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഈ എസും ഈ എസും ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഇക്വൽ ടു 60 by ഈ എസിന്റെ കോഎഫിഷ്യന്റ് 1 ആയി കഴിഞ്ഞാൽ 6 into s plus 0.5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വൽ ടു 10 by s plus 0.5 എന്ന് കിട്ടും. നമുക്ക് എന്താ വേണ്ടേ? I of t അല്ലേ വേണ്ടേ? I of t എന്ന് പറയുന്നത് L inverse of I of S. That is equal to L inverse of 10 by s plus 0.5. That is equal to 10 into e raised to minus 0.5 into t u of t എന്ന് വരും. This is the current. ഏതായോ? കറണ്ട് ആയി അല്ലേ? നമുക്ക് എന്ത് വേണം? കറണ്ടും വേണം, വോൾട്ടേജും വേണ്ടേ അല്ലേ? ഈ സർക്യൂട്ട് നോക്കി. ഈ സർക്യൂട്ട് ആകുമ്പോഴത്തേക്കും ഈ വോൾട്ടേജ് ഈ നമ്മുടെ റെസിസ്റ്ററിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് പറ്റും? ഈ കപ്പാസിറ്റർ അല്ലേ? ഈ 3 ഫാരഡ് അല്ലേ? VCT എന്താ? 3 ഫാരഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. സോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? 1/3 അല്ലേ? സോ ഈ 1/3s അക്രോസ് കപ്പാസിറ്റർ വോൾട്ടേജ് നമുക്ക് ഞാൻ ഇത് VCFT ആണെങ്കിൽ ഇതിനെ നമുക്ക് ലാപ്ലേസ് എടുക്കുമ്പോൾ VCFS എന്ന് എടുക്കാം അല്ലേ? VCFS എന്ന് എടുക്കാം. സോ ഈ VCFS എന്ന് പറയുന്നത് ഈ അതിലൂടെ പോകുന്ന കറണ്ട് I of S ഇൻറ്റു അവിടുത്തെ ഇംപീഡൻസ് 1/3s എന്ന് വരും. 1/3s അല്ലെ? 1/3s എന്ന് വരും. ഓക്കെ, സോ ഞാൻ ഇവിടെ എന്താ എഴുതി? ഓക്കെ, നമുക്ക് എഴുതാം. Okay, so VC of S can be written as current through the capacitor into capacitance of capacitor 3s എന്ന് കിട്ടും അല്ലേ? നമുക്ക് I of S നമുക്കറിയാം. I of S നമുക്ക് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഈക്വൽ ടു 10 by S plus 0.5 ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഇൻറ്റു 1/3s. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/3 into 1/s into s plus 0.5 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? സോ 1/s into s plus 0.5 can be written as a/s plus b/s plus 0.5 അല്ലേ? That is equal to 1 is equal to a into s plus 0.5 plus b into s എന്ന് കിട്ടും. So from this equation substitute
AC is equal to 0. If so, we get A equal to 2. Clear? Then if S is equal to minus 0.5, S is equal to minus 0.5, then we get B equal to minus 2. Okay. So we can write then the voltage across the capacitors can be written as 10/3 into 1 by S into S plus 0.5 can be written as A by S plus B by S plus 0.5. Here the value of A is 2 by S minus 2 by S plus 0.5. Here numerator we have 2 as common. We can write as 20/3 into 1 by S minus 1 by S plus 0.5. That is VC of S. What we need is VC of T is given by L inverse of VC of S. That is equal to L inverse of 20/3 into 1 by S minus 1 by S plus 0.5. So 2/30 is a constant. പിന്നെ 1 by S ആണെങ്കിൽ 1 ആണ് minus e raised to minus 0.5t into U of t is the voltage across VC of t. അപ്പോൾ നമ്മൾ ഈ വഴി പോകുന്ന കറണ്ടും കണ്ടു, വോൾട്ടേജും കണ്ടു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക, എളുപ്പമാണത്. ഓക്കെ, സോ ഒരു കാര്യം മാത്രം ഓർക്കുക, കപ്പാസിറ്റൻസ് ആണെങ്കിൽ ഇനിഷ്യൽ കണ്ടീഷനിൽ ഓപ്പൺ ആയിരിക്കും, ഇൻഡക്ടർ ആണെങ്കിൽ ഷോർട്ട് ആയിരിക്കും. ഓക്കെ, ശരി.